പുഴയാണ്. പുഴയിലേക്ക് ഇട്ടാണ് ഇത് സെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നവർ. ഇത് ഇടാനുള്ള ഇടുന്ന ഭാഗമാണ്. ചെക്ക് ചെയ്യാൻ പോവല്ലേ? അതെ അതെ. നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ള കയാക്കാണേ. കാര്യം എന്താ, ഒരു വലിയ ബോട്ട് പോവാണേ. ഇതാ ആ ബോട്ടിന്റെ ഓളത്തിന്റെ ചവിട്ടി തന്നെയാണ് നമ്മുടെ ആ സുഹൃത്ത് പോയി നിൽക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കണ്ണനാണ്, കിടു മീഡിയെന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, നമുക്കറിയാം മുമ്പ് ഫൈബർ വള്ളങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, സ്കൈലാൻഡിൻ്റെ. ഞാനിപ്പോൾ വീണ്ടും സ്കൈലാൻഡിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ വിലക്കുറവിൽ ഫൈബർ വള്ളങ്ങൾ വിൽക്കുന്ന ഏക സ്ഥാപനമാണ് സ്കൈലാൻഡ്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വള്ളങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കയാക്കുണ്ട്, അങ്ങനെ വേണ്ട സ്പോർട്സ് വള്ളങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇവിടിരിപ്പുണ്ട് കാണാനായിട്ട്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല. നമുക്ക് അകത്തൊരു ചേച്ചിയുണ്ട് ഇവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ഇവിടുത്തെ വള്ളങ്ങളെ കുറിച്ച്. എന്താ പേരെന്താ? എൻ്റെ പേര് അനിത. അനിത. ചേച്ചി, നമ്മുടെ ഈ വള്ളങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടെ എല്ലാം ഫൈബർ വള്ളങ്ങളല്ലേ? അതെ അതെ, എല്ലാം ഫൈബർ വള്ളങ്ങളാണ് നമുക്കുള്ളത്. പല ടൈപ്പിലെ ഫൈബർ വള്ളങ്ങളുണ്ട് ഇവിടെ. ആകുമ്പോഴത്തേക്കും 16 അടിയുടെ വെള്ളമാണ്. ഈ വെള്ളത്തിൽ നമുക്ക് 3 പേർക്ക് പോകാൻ പറ്റും. 3 പേർക്ക്. പിന്നെ നല്ല ബാലൻസ് ഉള്ളവരാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ 4 പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ നിന്നൊക്കെ തന്നെ അടിപ്പരപ്പുണ്ട്. അടിപ്പരപ്പുള്ള വെള്ളമായി കാരണം പെട്ടെന്ന് മറിയില്ല. അധികം ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വെള്ളമാണ്. ഇതാകുമ്പോൾ പുല്ല് കെട്ടാൻ പോവുക, പിന്നെ അത്യാവശ്യം ഇച്ചിരി വള്ളിയൊക്കെ വിഷം പോകാനും ഒക്കെ ആയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ തന്നെ കുറച്ചും കൂടി വലിയ വെള്ളമാണ് ഇത്. ഇത് 16 അടിയുടെ വെള്ളമാണെങ്കിൽ ഇത് 18 അടിയുടെ വെള്ളമാണ്. ഇതിന് 2.25 അടി വീതിയുണ്ട്. ഈ വെള്ളവും അടിപ്പരപ്പുള്ളത് കാരണം ഇതും പെട്ടെന്നൊന്നും മറിയില്ല. ഇതിനകത്താകുമ്പോൾ 4 പേർക്ക് പോകാൻ പറ്റും. അതിൽ 3 പേരാണെങ്കിൽ ഇതിനകത്ത് 4 പേർക്ക് പോകാൻ പറ്റിയ വെള്ളമാണുള്ളത്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ 5 പേർക്കൊക്കെ പോകാൻ പറ്റും. അതെ, അടിപ്പരപ്പുള്ളതാണ്, അത് പെട്ടെന്ന് മാറിയില്ല. ഈ വല വീശാൻ പറ്റും? ഇത് ഈ വെള്ളത്തിൽ തന്നെ പറ്റുമോ? ഈ വെള്ളത്തിൽ പറ്റും. നന്നായിട്ട് പോകാൻ പറ്റും. അടിപ്പരപ്പുള്ളതാണ്, മറിയുന്നുള്ള പേടിയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഈ വെള്ളം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വെള്ളത്തിനാണെങ്കിലും സൈഡിലൊക്കെ നമ്മൾ ട്യൂബ് അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് മറിയില്ല. സ്പോഞ്ച് അകത്ത് വെച്ചിട്ടുണ്ട്. അഥവാ മറിഞ്ഞാലും മുങ്ങി പോകത്തില്ല, താന്നു പോകാതെ പൊങ്ങി തന്നെ കിടക്കും. ഈ വെള്ളം നമ്മൾ ഫിഷറീസ് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് പറ്റിയ വെള്ളമാണ്. ഇതിനകത്താകുമ്പോൾ 4 പേർക്ക് പോകാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ 5 പേർക്ക് പോകാൻ പറ്റും. ആ ടൈപ്പ് 23 അടിയുടെ വെള്ളമാണ്. 23 അടിയുടെ വെള്ളമല്ലേ? 23 അടി. നല്ല നീളമുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് ഈ വെള്ളമാണ്. ആകുമ്പോഴത്തേക്കും 20 അടിയുടെ വെള്ളമാണ്. 20 അടിയുടെ വെള്ളം. ഇത് നല്ല നീളമുണ്ടല്ലേ? നീളം. നല്ല വീതിയുണ്ട്. 1 ടൺ ഭാരം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതങ്ങനെ പെട്ടെന്ന് മറിയൂ എന്നുള്ള പേടി വേണ്ട, നല്ല അടിപ്പരപ്പുള്ളതുകൊണ്ടല്ലേ? ഇത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അടിപ്പരപ്പ് ഇതിനാണോ? ഇതിനാണ്. ഇതാണ്. ഇത്രയും ലാഭത്തിൽ ഈ വള്ളം വിൽക്കാനുള്ള കാരണം എന്താ? നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. നമ്മൾ പുറത്തുനിന്നാണ് മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവരും. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും പുറത്തുനിന്നാണ്. നമ്മുടെ വണ്ടിയിൽ തന്നെ പോയി നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിലക്കുറവും ഇതിലൊക്കെ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ തന്നെയല്ലേ ഓടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വെള്ളത്തിനൊക്കെ ഇത്രയും വിലക്കുറവ് വരുന്നത്. കയാക്കുണ്ട്, കനോളുണ്ട്. ഈ കയാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോം സ്റ്റേ നടത്തുന്നവർക്കാണ് കൂടുതലും, ടൂറിസ്റ്റ് ആ ഏരിയയിലേക്കാണ് കയാക്ക് കൂടുതൽ പോകുന്നത്. അതുപോലെ നമ്മൾ സ്കൂളുകളിൽ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ വന്നും കൊണ്ടുപോകാറുണ്ട് കയാക്കുകളൊക്കെ. ഇവിടെ മൂന്നാറിലോട്ടൊക്കെയാണോ കൂടുതലും പോകുന്നത് കയാക്കുകൾ? അതെ, മൂന്നാറിലോട്ട് അല്ല, നമ്മുടെ അടുത്തും പോകാറുണ്ട്. അതുപോലെ സ്പോർട്സുമായിട്ട് സ്കൂളുകാരൊക്കെ വന്ന് നമുക്ക് എടുക്കാറുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കയാക്കൊക്കെ. അത് നമ്മൾ വിലക്കുറവിൽ തന്നെ കൊടുക്കുന്നത് അല്ലേ? അതെ, അതും വിലക്കുറവിൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ ചിലർ ചൂണ്ടയിടാനായിട്ട് ഒക്കെ ആയിട്ട് കയാക്ക് കൊണ്ടുപോകാറുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുഴഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ടെല്ലാം വന്ന് കൊണ്ടുപോകാറുണ്ട്. അതെ, എല്ലാം ചെയ്യാറുണ്ട്. ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ വള്ളങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പൊട്ടലോ എവിടെയെങ്കിലും തട്ടി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും ഇവിടെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയും ചെയ്തു കൊടുക്കുന്നതാണ്. കൊണ്ടുവരാൻ പറ്റാത്തവർക്ക് അവിടെ പോയി ചെയ്തു കൊടുക്കും. വള്ളങ്ങളുടെ ക്വാളിറ്റി അല്ലേ ഇവിടുത്തെ പ്രത്യേകത? അതെ, നമ്മുടെ സ്കൈലാൻഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വള്ളങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ പോകുന്നത് നമ്മുടെ സ്കൈലാൻഡിൽ നിന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത്രയും മണിക്കാലുകളൊക്കെ ഇത്ര അടുപ്പിച്ച് വരുന്നതൊക്കെ നമ്മുടെ ഒരു വള്ളത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് അതുപോലെ തന്നെ ഈ തടിയാണ്, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന തടിയാണ്, ആഞ്ഞിലി തടിയാണ്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ എഞ്ചിനൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൽ ദ്വാരം ഇടാനൊക്കെ ആയിട്ടാണ് ഈ തടി വെക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
ഏറ്റവും കൂടുതൽ വെള്ളം പോകുന്നതും ക്വാളിറ്റി നമ്മുടെ വെള്ളത്തിനൊക്കെ തന്നെയാണ്. അതെ. ലൊക്കേഷനോടൊന്ന് പറഞ്ഞു കൊടുക്ക്. വെള്ളം ആവശ്യമുള്ള നമ്മുടെ ലൊക്കേഷൻ ആലപ്പുഴ നെടുമുടിയാണ് സ്ഥലം. നെടുമുടി പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പ് ദിവസം അവിടെ നിന്ന് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥാപനം. അവിടെ വന്നാൽ അറിയാൻ പറ്റും. ആരോട് ചോദിച്ചാലും പറയും. സ്കൈലാൻഡ് എന്ന് ചോദിച്ചാൽ മതി, എല്ലാവർക്കും അറിയാൻ പറ്റും. കുട്ടനാട് ഏരിയ മുഴുവൻ വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ് അല്ലേ? കൂടുതലും വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ്. അത്രമാത്രം വിലക്കുറവായോണ്ടല്ലേ അവരിവിടെ വരുന്നത്. അതെ, തീർച്ചയായിട്ടും വിലക്കുറവുണ്ട്. അതുപോലെ ക്വാളിറ്റിയാണ്, വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് സ്കൈലാൻഡിന്റെ പ്രത്യേകത. ആരെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല. ഉപയോഗിച്ചവര് അവരുടെ അഭിപ്രായം പറയും. നമ്മൾ അവരുടെ വെള്ളം, അവിടെ സ്കൈലാൻഡിൽ നിന്ന് എടുത്ത വെള്ളം എങ്ങനെ ഉണ്ടെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അവരതിന്റെ അഭിപ്രായം പറയും. നല്ല വെള്ളമാണ്, കുഴപ്പമില്ലെന്ന് പറയും. അത് കേട്ടറിഞ്ഞിട്ടാണ് കൂടുതലും വരുന്നത്. അടുത്തുള്ളവരൊക്കെ കൂടുതലും വരുന്നത് അങ്ങനെയാണ്. നമ്മൾ പട്ടയിട്ടു, അതിന്റെ മണ്ടയ്ക്ക് കുട്ടി നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു ലെയർ ചെയ്യാനുണ്ട്. ഇത് ഈ പറഞ്ഞ ഫൈബർ അല്ലേ? ഇത് ഇത് നമ്മൾ അന്നത്തെ പോലെ വെള്ളം ഉണ്ടാക്കി എടുക്കുക. ഇനി ഇത് ഫിനിഷ് ചെയ്യും അല്ലേ? ഇത് റിലീസ് ചെയ്തിട്ട് ശേഷം ഫിനിഷ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് കാണുന്നത്. കണ്ടോ, നമ്മുടെ സ്കൈലാൻഡിന്റെ മുതലാളി നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. മുതലാളി നമസ്കാരം. അത് നമ്മുടെ ഈ ഇതെന്താ സംഭവം? നമ്മളിത് കയാക്ക് വള്ളങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കയാക്കുകളും കനോളുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിംഗിളിന്റെ കയാക്കുണ്ട്, ഡബിളിന്റെ കയാക്കുണ്ട്. അപ്പം കൂടുതൽ ഇത് ഹോം സ്റ്റേകൾ, അതുപോലെ സ്പോർട്സ് സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കയാക്കുകൾ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ സാധാരണ വീടുകളിലും കുളങ്ങളിലും ഒക്കെ ആൾക്കാർ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിള്ളേർക്കായിട്ട്, എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. അത് പോളിഷിങ് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പോളിഷിങ് കഴിയാതിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടുള്ളതാണ്. ഇത് കൂടുതൽ ഇവിടെ മൂന്നാർ, ഇടുക്കി മേഖലയിലാണ് ശരിക്കും പോകുന്നത്. മൂന്നാർ, ഇടുക്കി, നമുക്ക് വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കയാക്ക് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഇവിടെ ചെക്ക് ചെയ്താണ് ചിലവർ കൊണ്ടുപോകുന്നത്. ചില ആൾക്കാർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും അറിയാൻ മിക്കവർക്കും. ഇപ്പൊ അടുത്തോട് കുളമുണ്ട്, തൊട്ടടുത്ത് അതിനകത്ത് കൊണ്ടിടുമല്ലേ? കുളം കൊണ്ടിട്ടിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. ചെക്ക് ചെയ്ത് വേറൊന്നുമല്ല, അവർക്ക് ബാലൻസ് ആണോ പറ്റുന്നതാണോ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. കയാക്ക് വെള്ളത്തിലിടാൻ പോവാണ്. ഹായ്. നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുകാരാണ്. കാസർഗോഡ് നിന്ന് അവരിവിടെ വന്നിട്ട് അവർക്ക് ഒന്ന് വെള്ളത്തിലിട്ട് പുഴയിലിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബോട്ട് പോകുന്നത് പുഴയാണ്. ഈ പുഴയിലിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ ഓർഡർ വരാൻ കൺഫേം ചെയ്യാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ അവർ വെള്ളത്തിലിട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പുഴയാണ്, പുഴയിലേക്കിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നവർ. ഇത് ഇടുന്ന ഭാഗമാണ്. ചെക്ക് ചെയ്യാൻ പോവല്ലേ? ഓക്കെ. ഓ സന്തോഷമായി. ഓ കിടു ഇങ്ങനെ നീന്തി പോവല്ലേ? ഇപ്പോ ആ കയാക്ക് വെള്ളത്തിലിട്ടേക്കുവാണ്. അത് ഒരു വെള്ളത്തിലിട്ട് തുഴയുവാണ്. നല്ല ഒഴുക്കുള്ള തോടാണ്. നല്ല ഒഴുക്കുള്ള തോടാണ്. അപ്പോൾ ഇപ്പം കയാക്ക് മേടിക്കാൻ വന്നവർ ചെക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പോൾ നമുക്ക് കാണാം. ഇത് എത്ര പേർക്ക് ഇരിക്കാം സന്തോഷ് ഭായി? ഒരാൾക്ക് ഇതേ ഇരിക്കാം. അയ്യോ, പോകുന്നു കയാക്ക്. നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ള കയാക്കാണേ. കാര്യം ഒരു വലിയ ബോട്ട് പോവാണേ. ആ ബോട്ടിന്റെ ഓളത്തിന്റെ ചവിട്ടി തന്നെയാണ് നമ്മുടെ ആ സുഹൃത്ത് പോയി നിൽക്കുന്നത് ആ കയാക്കുമായിട്ട്. നമുക്ക് കാണാം. കണ്ടില്ലേ? ആ ഓളം വന്ന് തട്ടുമ്പോഴും അതിന്റെ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഒരു കുറവും വരുന്നില്ല. നല്ല പക്കയാണ്. കണ്ടോ? പെർഫെക്റ്റ് ആണ്. എടുക്കാൻ വന്ന ആളാണ് പുതുതായിട്ട്. സംഭവം കിടുവാണ്.